أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أما بعد. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് മിഅ്റാജ്. 1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട്. ആർക്കും മിഅ്റാജ് ഉണ്ടായിട്ടില്ല. ഭൂമിയിൽ വെച്ചുകൊണ്ട് മരണത്തിന് മുമ്പായി അള്ളാഹുവിനെ കണ്ട ഒരേ ഒരു മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജിന്റെ ചീരണിയാണ് നിസ്കാരം. നിസ്കാരത്തിന്റെ വാർഷികമാണ് മിഅ്റാജ് രാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞ നിസ്കരിക്കണം എന്ന പ്രതിജ്ഞയാണ്. നിസ്കരിക്കാത്തവരാരും പരിപാടിക്ക് വരില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൂടുതൽ സൂക്ഷ്മതയോടുകൂടെയുള്ള നിസ്കാരം, അതിൻ്റെ പ്രതിജ്ഞ പുതുക്കേണ്ട രാത്രിയിലാണ് നമ്മൾ ഇന്നുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ തളച്ചു മറിഞ്ഞത് മിഅ്റാജിന്റെ പിറ്റേ ദിവസമാണ്. മിഅ്റാജ് കഴിഞ്ഞ് രാവിലെ കഅബന്റെ ചുമരിലേക്ക് ഇങ്ങനെ കൈ വെച്ച് അതിന്മേൽ തല വെച്ചിട്ട് ഇങ്ങനെ മുത്തുനബി ഇരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുവായ അബൂജാഹിൽ വന്നുകൊണ്ട് ചോദിച്ചു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഇരുത്തം കണ്ടാൽ എന്തോ പുതിയ വർത്താനം പറയാൻ ഒരുങ്ങണമായിട്ടുണ്ട്, എന്തേലും ഉണ്ടോ ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് മസ്ജിദുൽ ഹറാമിൽ വന്നു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾ സഞ്ചരിച്ച് അല്ലാഹുവിന്റെ അർശിങ്കൽ ചെന്ന് അല്ലാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്തി മടങ്ങി മസ്ജിദുൽ ഹറാമിൽ തന്നെ ബൈത്തുൽ മുഖദ്ദസ് വഴിയായി എത്തിച്ചേർന്നു എന്ന് പറഞ്ഞപ്പോൾ അബൂജാഹിൽ ലഅനത്തുല്ലാഹി അലൈഹി ഓൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചു, വേം വരി പറഞ്ഞ എല്ലാവരും വിളിച്ചെത്തിയിട്ട് പറഞ്ഞു, ഇന്ന് പറഞ്ഞത് ഇന്നലെ രാത്രി. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോവുകയാണെങ്കിൽ 40 ദിവസം കുതിരപ്പുറത്ത് ചെന്നാൽ എത്തുന്ന പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്ക്ക് ഇന്നലെ രാത്രി പോയി എന്നാണ്. പോയിട്ട് അവിടെ നിൽക്കണമെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. 7 ആകാശങ്ങൾ കയറി റബ്ബിനോട് വർത്താനം പറഞ്ഞിട്ട് പോയ വഴിക്ക് മടങ്ങിയിട്ട് നേരം വെളുത്തപ്പോത്തിന് പായയിൽ വന്ന് കിടന്നുറങ്ങിന്ന് പറഞ്ഞു. അബൂജാഹിൽ ഇങ്ങനെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മുഹമ്മദ് പറഞ്ഞു എന്നുള്ള സ്വാഭാവികമായിട്ട് പറയാം. അതിൽ ആൾക്കാരെ കൂടെ ചിരിച്ചു. ചിരി കേട്ടിട്ട് ദൂരെ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഈ യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങളാണ്. ഈ അബൂ സുഫിയാൻ പണ്ട് നജാഷി രാജാവിനെ കാണാൻ വേണ്ടി ചെന്ന ഒരു താരീഖ് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഈ നജാഷി രാജാവാണ് ബൈത്തുൽ മുഖദ്ദസ് ഉൾപ്പെടുന്ന പ്രദേശത്തെ ഭരണാധികാരി. ബൈത്തുൽ മുഖദ്ദസ് ഉൾപ്പെടുന്ന പ്രദേശത്തെ ഭരണാധികാരികൾക്ക് ഒരു കാലത്ത് പറഞ്ഞിരുന്ന പേരാണ് നജാഷി രാജാവ്. അത് ഒരു രാജാവല്ല, ആ നാട്ടിലെ മൊത്തം രാജാക്കന്മാർക്ക് ഒരു കാലത്ത് നജാഷി രാജാവ് എന്നാണ് പറയാ. ഏതുപോലെ സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച മിസ്റിലെ രാജാവിനെ നമ്മൾ അസീസ് രാജാവ് എന്ന് പറയും. അസീസ് രാജാവ് എന്നത് ഒരു രാജാവല്ല. ഒരു കാലത്ത് മിസ്ർ ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് അസീസ്. അസീസുൽ അക്ബർ ഉണ്ടാവും, അസീസുൽ അസ്ഗർ ഉണ്ടാവും. അസീസുൽ അക്ബർ വലിയ രാജാവ് പ്രസിഡന്റ്, അസീസുൽ അസ്ഗർ ചെറിയ രാജാവ് പ്രധാനമന്ത്രി. സുലൈഖ ബീവിനെ കല്യാണം കഴിച്ചിരുന്നത് അസീസുൽ അക്ബർ അല്ല, അസീസുൽ അസ്ഗർ ആണ്, ചെറിയ രാജാവ്.
എന്നതുപോലെ ഒരു കാലത്ത് ഫലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് പറയുന്ന പേരാണ് നജാഷി രാജാവ്. നജാഷി രാജാവിൻ്റെ അടുക്കൽ അബൂ സുഫിയാൻ ചെന്ന ഒരു താരീഖുണ്ട്. ഇസ്ലാമിൽ വിശ്വസിച്ച് മക്കയിൽ നിൽക്കാൻ കഴിയാതെ ബൈത്തുൽ മുഖദ്ദസ് ഉൾപ്പെടുന്ന നജാഷി രാജാവിൻ്റെ പ്രദേശത്തേക്ക് പോയ സ്വഹാബത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ ഖുറൈശികളുടെ ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് ചെന്ന അബൂ സുഫിയാനോട് നജാഷി രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. അബൂ സുഫിയാനെയും സംഘത്തെയും മുമ്പിലിരുത്തി ആരോപണ വിധേയരായ നജാഷിയുടെ നാട്ടിലേക്ക് വന്ന ആളുകളെ ബാക്കിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ചോദിച്ചു, ഞാൻ ഏതാനും ചോദ്യം ചോദിക്കണം, അതിന് സത്യം മാത്രമേ മറുപടി പറയാവൂ. സത്യമല്ലാത്ത എന്തേലും പറയുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ചോദ്യം, നിങ്ങളെ നാട്ടിൽ പുതിയൊരു പ്രവാചകൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചുണ്ട് പറഞ്ഞു. അദ്ദേഹം ഇതുവരെയായി നുണ എന്തേലും കളവെന്തേലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. അതിൽ അബൂ സുഫിയാൻ പറഞ്ഞു, ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല, ഇനി പറയുമോന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ പരമാവധി പറയാൻ പറ്റുന്ന സംഗതി എന്തേലും ഒന്ന് ഒപ്പിക്കണല്ലോ. ഇനി പറയുമോന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, എത്ര വയസ്സായി ചോദിച്ചു. അതിൽ അബൂ സുഫിയാൻ പറഞ്ഞു 40 വയസ്സായി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, 40 വയസ്സ് വരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അയാൾ പറയാൻ സാധ്യതല്ല എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിന്ന് കൊട്ടാരവാസിയായ ഒരാൾ എഴുന്നേറ്റു. അദ്ദേഹം പള്ളിയുടെ മുഅദ്ദിനാണ്, മസ്ജിദുൽ അഖ്സയുടെ മുഅദ്ദിനാണ്. അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞു. ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ ആളുകളെല്ലാം പള്ളിയിൽ നിന്ന് പോയി പള്ളിയുടെ മുഴുവൻ വാതിലുകളും അടച്ചതിന് ശേഷമാണ് വീട്ടിൽ പോവുക. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പള്ളിയുടെ വാതിലുകളൊക്കെ അടക്കാൻ വേണ്ടി ശ്രമിച്ചു. എല്ലാം അടഞ്ഞെങ്കിലും ഒരു വാതിൽ മാത്രം അടക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ രാത്രിയല്ലേ, ആരും അറിയില്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. രാവിലെ വന്ന് തുറക്കും ചെയ്യുമല്ലോ, അത് ഞാൻ തന്നെ വരിക. അതുകൊണ്ട് ആരും അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് എല്ലാ വാതിലും ഇങ്ങനെ ചാരി വെച്ചെങ്ങാണ്ട് പോയി. പിറ്റേ ദിവസം ഞാൻ വന്ന് നോക്കുമ്പോ ആ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയുടെ മുൻഭാഗത്ത് കുതിരയെ കെട്ടിയിടുന്ന കല്ലില് ഒരു കുതിരയെ കെട്ടിട്ടതിന്റെ അടയാളം കാണുന്നുമുണ്ട്. ഇവർ ഈ പറഞ്ഞ ഒരു സംഭവമുണ്ട്, അത് മുഹമ്മദ് മിഅ്റാജിന്റെ രാത്രിയിൽ വന്നു എന്ന് പറയുകയുണ്ടായി. അതും പള്ളിയുടെ വാതിൽ അടയാതിരുന്ന സംഭവം ഏകദേശം നോക്കുമ്പോൾ ഒരു ദിവസമായി എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അബൂ സുഫിയാൻ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നുണ പറഞ്ഞു എന്ന് അഭിപ്രായമില്ല, പക്ഷെ നുണ പറയാൻ സാധ്യത ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ പറയാൻ ആയിപ്പെട്ടതാണ്. ഒരു ദിവസം രാത്രി നിങ്ങളവിടെ വന്നു പോയി എന്ന് പറഞ്ഞു മിഅ്റാജിനെ കുറിച്ച്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് അത്ഭുതങ്ങളാണ്. മനുഷ്യന് മാലാകമാർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതിനെ എത്തിപ്പിടിക്കാം എന്നതിന്റെ തെളിവാണ് മിഅ്റാജ്. ബഹറുൻ നൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോരാൻ എനിക്ക് സമ്മതമല്ല. നഹ്താലി ബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് ഫീ ശത്തിഹി റുബൻ ഫവദ്ദഅ വഹതഫ് ദനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ബഹറുൻ നൂർ എന്ന് പറയുന്ന പ്രകാശത്തിന്റെ ഒരു കടൽ കണ്ടു യാത്രയിൽ. കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, നബിയെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോരാൻ എനിക്ക് അനുമതിയില്ല, നിങ്ങൾ പൊയ്ക്കോളൂ. ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹുവിനോട് അഭിമുഖ സംഭാഷണം നടത്താനാണ് നിങ്ങൾ പോകുന്നത്. മനുഷ്യന് മലക്കിന് എത്താൻ കഴിയാത്ത സ്ഥലത്തേക്ക് എത്താൻ കഴിയുമെന്നതിന്റെ തെളിവാണ് മിഅ്റാജ്. കാരണം ജിബ്രീലിന് പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് മുത്തുനബി പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെയാണ് നമ്മൾ കാണുക. നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ലല്ലോ, കണ്ടു എന്ന് വെറുതെ സങ്കല്പിച്ചു നോക്കുക. എന്നാ പിന്നെ എന്തേക്കാൻ നമ്മളൊരവസ്ഥ? പിറ്റേ ദിവസം രാവിലെ ഒരു സ്വകും തൊഴിലും ഉണ്ടാവില്ല. 20 കൊല്ലം മുമ്പ് ഹജ്ജ് പോയി വന്ന് തന്നെ നമ്മളിങ്ങനെ വിശദീകരിക്കണ കേട്ടാൽ ഇന്ന് രാവിലെ മറക്കിരുന്നത് അബൂജഹലിന്റെ കക്കൂസ് എന്നാന്ന് തോന്നും. ആ രൂപത്തിൽ പറയും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യൻ മിഅ്റാജിന് പോയിട്ടുണ്ടായത്. മിഅ്റാജ് കഴിഞ്ഞ് പോരുമ്പോ അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ നിന്റെ ഉമ്മത്തിനും ഇതേമാതിരി ഒരു മിഅ്റാജ് കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അപ്പോഴാണ് നിസ്കാരം കൊടുത്തത്. അതുകൊണ്ടാണ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി എന്ന് പറഞ്ഞത്. നിസ്കാരം മുഅ്മിനിന്റെ മിഅ്റാജാണ്. ഈ നിസ്കാരത്തിലും മിഅ്റാജിലും ഒരേപോലത്തെ ഒരു കാര്യമുണ്ട്. അതായത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചും ഭാരം കുറയും, താഴേക്ക് പോകുന്നതിനനുസരിച്ചും ഭാരം കുറയും എന്നാണ്. മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഭാരം കുറയും, ഇതേപോലെ താഴേക്ക് പോകുമ്പോഴും ഭാരം കുറയും. വിനയത്തിൽ നിന്ന് വിനയത്തിലേക്കുള്ള യാത്രയാണ് മിഅ്റാജ്. മുകൾക്ക് പോകുകയാണല്ലോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞുതരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് ഇങ്ങനെ പോകുമ്പോൾ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് ഓരോ നബിമാരെ കാണുന്നു, ഓരോ അമ്പിയാക്കളെ കാണുന്നു. ഓരോ അമ്പിയാക്കളെയും നിർത്തിയിട്ടുള്ളത് അവരുടെ മാനസിക തലം അനുസരിച്ചു കൊണ്ടാണ്. ഉദാഹരണം പറയാം, നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദീന് പറഞ്ഞിട്ട് വിരലിലെണ്ണാവുന്ന ആൾക്കാർ വിശ്വസിച്ചു. വിരലെണ്ണ എന്ന് പറഞ്ഞാൽ 100 വരെയാണ് എണ്ണ. വിരലെണ്ണ പറഞ്ഞാൽ 10,000 വരെ വിരലും അതല്ല. വിരലിലുണ്ടാവുന്ന ആൾക്കാർ പറഞ്ഞാൽ 100-ൽ താഴെ എന്നാണ് അതിൻ്റെ അർത്ഥം. 100-ൽ താഴെ ആൾക്കാർ വിശ്വസിച്ചു. സ്വാഭാവികമായിട്ട് ഏത് മനുഷ്യനാണെങ്കിലും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ദുആ ചെയ്തു, റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ, കാഫിരീങ്ങളിൽ നിന്ന് ഒറ്റൊന്നിനെയും ഭൂമിയിൽ ബാക്കിയാക്കരുത്. നൂഹ് നബിയാണ് ഒരു ആകാശത്തുള്ളത്. പിന്നെ ഇങ്ങനെ കയറി ചെന്ന് നോക്കുമ്പോൾ കുറച്ച് മേലെ ചെന്നപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് അയ്യൂബ് നബിനെ കണ്ടു. എന്താ അയ്യൂബ് നബിയുടെ പ്രത്യേകത? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ശരീരത്തിൽ ഒരു അസുഖം ഉണ്ടായി, വേദനയുള്ള ഒരു അസുഖം. ഭാര്യമാരൊക്കെ പിണങ്ങി പോവുകയാണ്. അവസാനം ഒരു ഭാര്യ മാത്രം ബാക്കിയായി, റഹ്മത്ത് ബീവി എന്ന ഭാര്യ. റഹ്മത്ത് ബീവി ബാക്കിയായതിനൊരു കാരണമുണ്ട്. സുലൈഖ ബീവിയുടെ പേരക്കുട്ടിയാണ്, അതുകൊണ്ടാണ് ബാക്കിയായത്. സുലൈഖ ബീവിയുടെ പേരക്കുട്ടിയാണ് ഈ റഹ്മത്ത് ബീവി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലാവരും പോയപ്പോൾ ഞാൻ പോണില്ല എന്ന് പറഞ്ഞ് നിന്നത്. 10 ഗുണം 10 ഗുണം എന്നാണല്ലോ. അതന്നെയാണ് നമ്മള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് എന്നവരുടെ മകൻ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അഭിമാനം കൊള്ളുന്നത്. ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത, ആ പ്രദേശത്ത് നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രത്യേകതയാണ് ഒരു പ്രദേശത്തിനുണ്ടായിരിക്കുക. മദീന എന്ന് പറഞ്ഞാല് കറുത്ത അജ്വ എന്ന് പറഞ്ഞ ഈത്തപ്പഴം ഉണ്ട് എന്നല്ല, മുത്തുനബി ഉണ്ട് എന്നാണ്. മമ്പറം എന്ന് പറഞ്ഞാല് തിരുരങ്ങാടി പോയതിന്റെ മേലെ കൂടെ മിനി ബസ് പോണ പാലുണ്ട് എന്നല്ല, മമ്പർത്ത തങ്ങളുണ്ട് എന്നാണ്. ഏതൊരു പ്രദേശത്തിന്റെയും പ്രത്യേകത ആ പ്രദേശത്ത് നേരത്തെ ജീവിച്ച് മൺമറഞ്ഞു പോയ ഏതെങ്കിലും മഹത്തുക്കളുടെ പ്രത്യേകതയായിരിക്കും. അതാണ് വിത്തിന്റെ ഗുണം. അവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പോ റഹ്മത്ത് ബീവിനെ പറ്റി പറഞ്ഞതാണ്. റഹ്മത്ത് ബീവി പോയില്ല, നിന്നു. അങ്ങനെ ശരീരമാസകലം വേദനയായിട്ട് സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം റഹ്മത്ത് ബീവി ഒരു ഈത്തപ്പന മരത്തിന്റെ താഴ്ഭാഗത്ത് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഈത്തപ്പനയുടെ ഓലകൾ കത്തിച്ച് ചാരം വെണ്ണൂറുണ്ടാക്കിയിട്ട് ആ കുഴിയിൽ ഇങ്ങനെ നിരത്തിയിട്ട് വേദനാവാതിരിക്കാൻ വേണ്ടി അതിൽ കിടത്തി അയ്യൂബ് നബിനെ അലൈഹിസ്സലാം. അപ്പോൾ അയ്യൂബ് നബി റഹ്മത്ത് ബീവി അയ്യൂബ് നബിനോട് ഒരു ചോദ്യം ചോദിച്ചു. അല്ല എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, നിങ്ങൾ അള്ളാഹിന്റെ നബിയല്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. നിങ്ങൾ ദ്വാരുന്ന അള്ളാഹു കേൾക്കൂലെന്ന് ചോദിച്ചു. കേൾക്കുന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇത് എണ്ണം മാറാനും ദ്വാരുന്നൂടെ ചോദിച്ചു. അതിൽ ചോദിച്ചു, നമുക്ക് എത്ര കൊല്ലം സുഖം ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ റഹ്മത്ത് ബീവി പറഞ്ഞു, ഏകദേശം ഒരു 80 കൊല്ലം സുഖം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു. അതിൽ പറഞ്ഞു, വർഷം 80 റഹ്മത്തെ സുഖിച്ചില്ലേ, അത് മുഴുവനും ഐശ്വര്യമായി കഴിഞ്ഞില്ലേ, ക്ലേശം അതുപോൽ 80 ആകാതെങ്ങിന
മിണ്ടുന്നതും ഒരു ചന്തമല്ലതു ബൈനനാ. 80 കൊല്ലം ഇടങ്ങാറാകാതെ അയ്യൂബ് ദ്വാരക്കൂലെന്ന് പറഞ്ഞു. ആ അയ്യൂബ് നബിയാണ് വേറൊരു ആകാശത്തുള്ളത്. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് വിനയം കൂടി വരും. ഇതേ പ്രോസസ്സാണ് താഴേക്ക് പോകുമ്പോൾ ഉണ്ടാകുക. വിനയം കൂടുതലാണ്. നിൽക്കുമ്പോൾ ഒരു വിനയം ഉണ്ടാവും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞോടുകൂടെ അള്ളാഹു ഏറ്റവും വലുതാവിനോടുകൂടെ ബാക്കിയുള്ളതൊക്കെ ചെറുതാവും. അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടും അള്ളാഹു ഏറ്റവും വലുതാവൻ, അതിൻ്റെ കൂടെ ബാക്കിയുള്ളതൊക്കെ ചെറുതായി. റുക്കൂക്ക് പോകുമ്പോൾ പിന്നെയും ചെറുതായി, ഈത്തിദാല് വീണ്ടും ചെറുതാവുന്നു, സുജൂദ് പിന്നെയും ചെറുതാവുന്നു. ആവർത്തനം മാറ്റി നിർത്തിയാൽ നിസ്കാരത്തിൽ 7 അമലുകളാണ്. വിനയത്തിൽ നിന്ന് വിനയത്തിലേക്ക് സുജൂദിലെത്തുമ്പോൾ അള്ളാഹുമായി ഏറ്റവും അടുക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ അവനെ വന്ന് ഒതിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ എഴുന്നേറ്റിരുന്ന് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സലവാത്തുത് തയ്യിബാത്തുലില്ല എന്ന് ചൊല്ലുന്നു. മുത്തുനബി മിഅ്റാജിന് പറഞ്ഞാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്വർഗത്ത് പോകണോ ചോദിച്ചു. ഓലെല്ലാവരും പറഞ്ഞു ആ പോണം, എന്തായാലും പോകണം എന്ന് പറഞ്ഞു. അവർ കുട്ടിനോട് ചോദിച്ചു, എനിക്ക് എന്താ സ്വർഗത്തിൽ വേണ്ടതെന്ന് ചോദിച്ചു. അതിലിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു സംസം വെള്ളം വേണമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ അങ്ങോട്ട് വേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പറഞ്ഞു. ഞാൻ തമാശ വേറെന്താ വേണ്ട ചോദിച്ചപ്പോൾ പറഞ്ഞു ഒക്കെ വേണമെന്ന് പറഞ്ഞു. അതൊരു ഉത്തരമല്ലല്ലോ. ഇപ്പോൾ ഒരു ഉത്തരമല്ലല്ലോ, ഒക്കെ വേണമെന്ന്. വേണ്ട എന്താ വെച്ചാൽ പറയാറുണ്ട്. അങ്ങനെ തമാശ കൂടെ കാര്യം പറയാം. എന്താ വേണ്ട? അവസാനം ഒരു കുട്ടി പറഞ്ഞു അള്ളാനെ കാണുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു സ്വർഗത്തിൽ. അങ്ങനെ ഓരോ സ്വർഗത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനമായിട്ട് ശരിക്കും സ്വർഗത്തിലെ അവസാനത്തെ നിയമത്ത് അള്ളാഹുവിനെ കാണുക എന്നതാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എല്ലാവർക്കും അതന്നെയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. ഈ ചോദ്യം നിങ്ങളോട് തന്നെയാണെന്ന് കൂട്ടിക്കളിട്ടോ, അല്ലാതെ വേറെ ഏതോ കുട്ടികളാണെന്ന് കുട്ടികൾ വരില്ല. ഞാനൊരു മര്യാദക്ക് വേണ്ടി പറഞ്ഞതാണ്. ഏതോ കുട്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. നിങ്ങളോട് ചോദിച്ചാലും പറയാനുള്ളത് ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ. കാരണം അള്ളാനെ കാണണമല്ലോ. അള്ളാനെ കാണണം എന്ന് പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്. അള്ളാനെ കാണുമ്പോൾ ആദ്യം എന്താ പറയാ? ലവുമാണല്ലോ. വാപ്പ ഗൾഫിൽ നിന്ന് വരുന്ന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വാപ്പനെ കാണുമ്പോൾ ആദ്യം എന്താ പറയാന്നല്ല ആലോചിക്കുക. അള്ളാഹിനെ കാണുമ്പോൾ ആദ്യം എന്താ പറയാന്നാണ്. ഇതാണ് അള്ളാഹുവിനെ കാണുമ്പോൾ ആദ്യം പറയാനുള്ളത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സലവാത്തുത് തയ്യിബാത്തുലില്ല. ഇത് സുജൂദ് കഴിഞ്ഞിട്ട് നീച്ചിരിക്കുമ്പോൾ പറയാനുള്ളതാണ്. ഇവിടെ മാനസികമായ ഒരു മേറാജ്, വിനയത്തിൽ നിന്ന് വിനയത്തിലേക്കുള്ള യാത്രയാണ് നടക്കുന്നത്. ഇതിനെയാണ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നിസ്കാരം എന്നത് മുഅ്മിനിന്റെ മിഅ്റാജാണെന്ന് പറഞ്ഞത്. നിസ്കാരം ഇഷ്കിന്റെ പ്രകടനമാണ്. മുഹമ്മദ് നബിക്കാണ് നിസ്കാരം കൊടുത്തത്, ഞമ്മക്കല്ല. അള്ളാഹു ഞമ്മക്ക് നിസ്കാരം തന്നിട്ടില്ലല്ലോ. ഞമ്മക്ക് നോൽമ്പും തന്നിട്ടില്ല, നമുക്ക് ഖുർആനും തന്നിട്ടില്ല. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. അബ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്. എല്ലാവർക്കും കൂടി നന്നതാണെങ്കിൽ ഇബാദിൽ കിതാബ എന്നാ പറയാ. അത് തിരിയാന് ഗൾഫിൽ ജോലിക്ക് പോകണമെന്നൊന്നുമില്ല, ഉംറക്ക് പോയാലും മനസ്സിലാവും. അബ്ദ് ഒരാളാണ്, ഇബാദാണ് തോനാള്. ഒരാൾക്കാണ് കൊടുത്തത്, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അല്ലാഹു തആല ആകെ തന്നത് മുഹമ്മദ് നബിനെയാണ്. ബാക്കിയൊക്കെ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്നതാണ്. അതുകൊണ്ട് നിസ്കാരം എന്നത് ഇഷ്കിന്റെ പ്രകടനമാണ്. നിസ്കാരത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ അത് ഇഷ്കിന്റെ പ്രകടനമാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിന്റെ പ്രകടനമാണ് എന്ന് കാണാൻ വേണ്ടി പറ്റും. എനിക്കൊരു പിന്നെ സലാം വാക്കവി ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ ഒരു കഥ ഓർമ്മ വന്നു. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട് അത് പറയാമെന്ന്. മഹാനവറുകൾ ബുർദയിലൊരു ബൈത്ത് ചൊല്ലിയിട്ടാണ് പ്രസംഗിച്ചത്. ബുർദയിലൊരു ബൈത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന നുരുമ്പിയ എല്ലുകൾ വരെ ഹയാത്താകുന്നു. ഈ ബൈത്തിന്റെ വിശദീകരണത്തിൽ മുഹമ്മദ് അഖ്തർ റളാ ഖാൻ ഒരു കഥ പറയുന്നുണ്ട്. ഈ ബൈത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹത്തിന് ബുർദ ബൈത്തിന് ഒരു ശറഹുണ്ട്, അൽ വർദ എന്നാണ് അതിൻ്റെ പേര്. ബുർദ ബൈത്തിന് വലിയൊരു താരീഖുണ്ട്. ബുർദ ബൈത്ത് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ രചനയാണ്. ബൂസൂരി ഇമാമിന്റെ ഷേഖിന്റെ പേര് അബുൽ അബ്ബാസിൽ മുർസി എന്നാണ്. അവരൊക്കെ ഷാദുലി തരീഖത്തിന്റെ ആളുകളാണ്. അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ശിഷ്യനാണ്.
അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം ഖിദ്മത്ത് നടന്ന ആളാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. അങ്ങനെ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു ഒരിക്കൽ വഫാത്താകുന്നതിന് മുമ്പ് തൻ്റെ അരുമ ശിഷ്യനായ ഇമാം മുഹമ്മദുൽ ബൂസൂരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മോനെ, നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് അള്ളാഹിനോട് ദ്വാരക്കണം നിനക്കുണ്ട്, എന്താ ദ്വാരക്കേണ്ടത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്ക് മുത്തുനബിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ഒരു കവിത എഴുതണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ വേറെ ആര് കവിത എഴുതിയാലും അവിടേക്ക് എത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അതിൽ ദ്വാരന്നു ഉസ്താദിന് ഖിദ്മത്തെടുത്തതിന് ദ്വാരന്നപ്പം കിട്ടിയതാണ് ബുർദ ബെയ്ത്ത്. ബെയ്ത്ത് കുറേ വന്നെങ്കിലും ബുർദയെ മറികടക്കുന്ന ഒരു പ്രണയകാവ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മദ്ഹ് കാവ്യം ഇന്ന് വരെയും വേറെ വന്നിട്ടില്ല എന്നതാണ് ബുർദയുടെ താരീഖ്. എന്തായാലും മഹാനവറുകൾ പറഞ്ഞ ഈ ഒരു വരിയുടെ വിശദീകരണത്തിൽ മുഹമ്മദ് അഖ്തർ റളാഖാൻ ഒരു കഥ പറയാനുണ്ട്. അദ്ദേഹത്തിന് അൽ വർദ എന്നൊരു കിതാബുണ്ട്. എല്ലാ കഥകൾക്കും കിതാബ് പറയണ്ട, പക്ഷെ ഈ കഥ ഒരു അത്ഭുതകരമായ കഥ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് പറഞ്ഞു പോയാൽ പിന്നെ ചോദിക്കും അതെവിടെ ഉസ്താദേ ഉള്ളത് എന്ന്. അതുകൊണ്ടാണ് ഇന്നോടത്തുണ്ട് എന്ന് ആദ്യം തന്നെ പറഞ്ഞത്. ഒരു അത്ഭുതകരമായ കഥയാണ്. അതെന്താ വെച്ചാല്, ഒരിക്കലൊരു സഹാബി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് വീട്ടിലേക്ക് സൽക്കരിക്കണം എന്ന് തീരുമാനിക്കുക. അങ്ങനെ അദ്ദേഹം ജാബിർ റളിയല്ലാഹു അൻഹു, അങ്ങനെ അദ്ദേഹം തൻ്റെ ഭാര്യയോട് ചോദിച്ചു, മോളെ, നമുക്ക് നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് വീട്ടിലേക്ക് വിളിക്കണം, അതിന് ഇവിടെ എന്താ ഭക്ഷണം ഉള്ളതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടെ അല്പം ഗോതമ്പ് മാവുണ്ട്, പിന്നെ കൂട്ടിലൊരു ആടും കുട്ടിയും ഉണ്ട് പറഞ്ഞു. അങ്ങനെ ആടും കുട്ടിയെ അറുത്ത് ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കി ആ സൽക്കാരം കഴിക്കാൻ വേണ്ടി അദ്ദേഹം നബി തങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ആട് കൊണ്ട് കുറുമയുണ്ടാക്കി ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടി ചുട്ടുകൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിന് 2 മക്കളാണ്. മൂത്ത മകൻ കളിക്കാൻ പോയതായിരുന്നു. അവൻ കളി കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ രണ്ടാമത്തെ മോന് ചെറിയോൻ മൂത്ത ആളോട് ചോദിച്ചു, വാപ്പ ആടിനറുത്തത് ഇജ്ജ് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു. ഞാൻ കണ്ടു പറഞ്ഞു. അതിൽ ജ്യേഷ്ഠൻ ചോദിച്ചു, അതെങ്ങനെ ചോദിച്ചു. അത് ഞാൻ കാണിച്ചു തരാറുണ്ട്. അങ്ങനെ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് വാപ്പ ആടിനർത്ഥമാതിരി കയറെടുത്തിട്ട് കയ്യും കാലൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് ആടിനർത്ഥ കത്തി കൊണ്ടാണ് അറുത്തു. എന്നിട്ട് ഉമ്മയോട് വന്നിട്ട് പറഞ്ഞു, ഉമ്മ, വാപ്പ ആടിനർത്ഥമാതിരി ഇക്കാക്കാനെ ഞാൻ അറുത്തു പറഞ്ഞു. അവനത് തമാശയായിട്ടാണ് പറഞ്ഞത്. അതിൽ ഉമ്മ അങ്ങോട്ട് ബേജാറായി. കാരണം ഒരു കുട്ടിനെ അറുത്തു എന്നുള്ള ഈ പറഞ്ഞത്. ഓടിപ്പോയി നോക്കുമ്പോൾ മൂത്ത മകൻ അറുക്കപ്പെട്ട് മരിച്ചു കിടക്കുന്നു. ഉമ്മാന്റെ ബേജാറ് കണ്ടപ്പോൾ ഇവന് മനസ്സിലായി എൻ്റെ അടുത്ത് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന്. അതിൽ ഓടി വന്നിട്ട് തട്ടിൻ്റെ മേലിന് താഴത്തേക്കാൻ ചാടിങ്ങാണ്ട് ഓനോട് മരിച്ചു. ഇതാണ് രംഗം. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഇങ്ങനെ വിചാരിച്ചു, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞ ദിവസത്തിൽ മക്കൾ മരിച്ചു എന്നൊന്നും പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് കുട്ടികളെ 2 ആളെ അകത്ത് കൊണ്ടുപോയിട്ട് കട്ടിലുമ കടത്തിയിട്ട് മേലൊരു പുതപ്പിട്ടിട്ട് അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി. ആടുകുറുമ റെഡിയാക്കി, റൊട്ടി റെഡിയാക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ വഴിയിൽ വെച്ച് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, എടുക്കാൻ പോകണമെന്ന് ചോദിച്ചു. ഞാൻ ജാബിറിൻ്റെ അവിടെ ഒരു സൽക്കാരുണ്ട്, ഒരു ചായ കൂടി അതിന് പോവാന്ന് പറഞ്ഞു. പോണേനൊന്നും കുഴപ്പമില്ല, ഒരു കാര്യം പറയാനുണ്ട് പറഞ്ഞു. എന്തേ ചോദിച്ചു. ജാബിറിൻ്റെ മക്കളൊപ്പം ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. സുപ്ര വിരിച്ചു, ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. നബി തങ്ങൾ കഴിക്കണില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചു, ജാബിറെ, കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു. അതിൽ ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചു, അല്ല മോളെ, നമ്മളെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു. അതിൽ ഭാര്യ പറഞ്ഞു, ഓല് അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു. ഭാര്യ ഉദ്ദേശിച്ചത് റൂമിലുണ്ട് എന്നാണ്. മൂപ്പര് കരുതി കളിക്കുകയാണ് അപ്പുറത്ത് എന്നാണ് കരുതിയത്. അതിന് മൂപ്പര് നബിനോട് വന്നിട്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, ഓല് കളിക്കുകയാണ് അപ്പുറത്ത് പറഞ്ഞു. നബി തങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, ഇരുത്തവിടെ ഇരുന്നു. കുറെ കഴിഞ്ഞിട്ട് 2ാമൻ ചോദിച്ചു,
ജാബിറെ കുട്ടികളെവിടെ ചോദിച്ചു. അപ്പോഴും ജാബിർ റളിയല്ലാഹു അൻഹു അകത്ത് എന്നിട്ട് ഭാര്യനോട് ചോദിച്ചു, നമ്മളെ കുട്ടികളെവിടെ ചോദിച്ചു. അപ്പം മുപ്പത്തിയേര് അദ്ദേഹം പറഞ്ഞു അപ്പുറത്തുണ്ട് പറഞ്ഞു. അത് വന്ന് വീണ്ടും പറഞ്ഞു, നബി ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. കുറെ കഴിഞ്ഞിട്ട് മൂന്നാമതും ചോദിച്ചു, ജാബിറെ കുട്ടികളെവിടെ, ഓല് വന്നിട്ടാണല്ലോ ഭക്ഷണം കഴിക്കാൻ കാരണം. അതിൽ അടുക്കളയിൽ എന്നിട്ട് ചോദിച്ചു ഭാര്യനോട്, മോളെ ഒന്ന് സത്യം പറയും, നമ്മളെ മക്കളെ എവിടെയുള്ളത് എന്ന് ചോദിച്ചു. അതിൽ ഉണ്ടായ വിവരം പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു കരഞ്ഞിങ്ങാണ്ട് പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ട് നബിനോട് ഈ വിവരം പറഞ്ഞു, ഞാൻ പോരുമ്പോൾ വഴിയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് മക്കളുടെ കൂടെയല്ലാതെ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾ വന്നാലല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞപ്പോ ഔത്ത് പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് 2 കുട്ടികൾ ഇങ്ങനെ നീച്ചു വരികയാണ്. ഷറഫുറ്റ ജാബിർ റളിയല്ലാഹു ചെന്ന് പരിശുദ്ധ ത്വാഹ റസൂലിങ്കൽ സൽക്കാരം റൊട്ടിയും ആട്ടുമാംസവും ആയി വിശുദ്ധ ഹബീബിങ്കൽ. ബാക്കി പാട്ട് വേണം, വിടൽ മൊയ്തു അടിച്ചിട്ട് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഷറഫുറ്റ ജാബിർ റളിയല്ലാഹു ചെന്ന് പരിശുദ്ധ ത്വാഹ റസൂലിങ്കൽ സൽക്കാരം റൊട്ടിയും ആട്ടുമാംസവും ആയി വിശുദ്ധ ഹബീബിങ്കൽ. അങ്ങനെ അപ്പൊ അത് ഉസ്താദ് ആ ബൈത്ത് ഇങ്ങനെ ചെല്ലിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കഥയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ലോകത്തെ ഏറ്റവും വലിയ പഠനം. അതിൻ്റെ അപ്പുറത്തേക്ക് ലോകത്ത് വേറൊരു പഠനവും ബാക്കിയില്ല. എത്ര പഠിച്ചോലും അവസാനിക്കാത്ത ഒരു സബ്ജക്റ്റ് മാത്രമേ ലോകത്തുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് ഇന്നത്തെ രാത്രിയിലാണ്. ഏറ്റവും അത്ഭുതകരമാണ് മിഅ്റാജിന്റെ ഓരോ രംഗങ്ങളും. അങ്ങനെ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ഇത് പറഞ്ഞു. എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ഇവിടെ നിന്ന് നീച്ചിട്ട് 40 ദിവസം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാൽ എത്തുന്ന ബൈത്തുൽ മുഖദ്ദസ്ക്ക് പോയി. അവിടുന്ന് 7 ആകാശങ്ങൾ സഞ്ചരിച്ച് റബ്ബിനോട് സംഭാഷണമൊക്കെ നടത്തി പോയ വഴിയിലൂടെ മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടിയും കളിയാക്കി ചിരിച്ചപ്പോൾ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്താ ഇവിടെ വിഷയം എന്ന് ചോദിച്ചു. നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അന്ന് രാവിലെ ഒരു വിടൽസ് ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. അതിൽ വിവരം ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ രാത്രി കിടക്കുന്നിടത്ത് നീച്ചിട്ട് 7 ആകാശം പോയി അള്ളാനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു, ഇതിന്റെ നബി പറഞ്ഞ തന്നെയാണോ എന്ന് ചോദിച്ചു. അബൂജഹൽ പറഞ്ഞു, പറഞ്ഞ തന്നെയാണ്, ഉറപ്പായിട്ടും പറഞ്ഞു ചോദിച്ചു. ഉറപ്പായും പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാല് അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരാണ് ഈമാൻ, മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കൽബിക്കണ് കയറണം, അതിന്റെ ദിവസമാണ് മിഅ്റാജ് രാവ്. മുത്തുനബി കൽബിൽ കയറാനുള്ള ദിവസമാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അതാണ് മിഅ്റാജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷറഫും ഫളിലുമെല്ലാം. അത് നമ്മുടെ മനസ്സിലേക്ക് കൽബിലേക്ക് കയറി കയറി അങ്ങനെ പോകണം. അതുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് ഒരുപാട് പഠിക്കാനുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. സുബ്ഹാനല്ലദീ വ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അസ്റ അവൻ രാത്രി നടത്തിച്ചു, ബി അബ്ദിഹി തന്റെ അടിമയെ എന്നാണ് ഉപയോഗിച്ചത്. ബി മുഹമ്മദിൻ എന്നല്ല, ബി റസൂലിൻ എന്നല്ല, ബിൻ നബിയി എന്നല്ല, പിന്നെന്താണ് ബി അബ്ദിഹി. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഒരാളെ അഭിസംബോധനം ചെയ്യുന്നത് അയാൾ അതിന് യോഗ്യത നേടിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ടാണ് അഭിസംബോധനം ചെയ്യാൻ. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പം എന്നെ പ്രസംഗിക്കാൻ വിളിക്കാമെന്ന് വിചാരിച്ചോളി. ഹംസക്കോയ ഫൈലി ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാണ്. എന്നോടൊരാൾ ചോദിച്ച്, ഞങ്ങൾ ഒന്നിച്ച് കോളേജ് പഠിച്ചാണ് പറഞ്ഞപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വയസ്സുണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അതിപ്പോൾ ചില ആൾക്കാർ നിരക്കും, ചില ആൾക്കാർ നിരക്കൂല, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം.
അല്ലാതെ അത് വയസ്സിന് മേലെ അറിയിക്കൊന്നുമില്ല. ഇത്തിരി വയസ്സില്ലാത്ത ആൾക്കാർ എന്ന് കരുതിയിട്ട് ഞങ്ങൾ രണ്ടാളും വയസ്സില്ലാത്തവരാന്ന് വിചാരിക്കും വേണ്ട. അങ്ങനെ ഉണ്ടല്ല സംഗതി. ആണുങ്ങളെ വയസ്സ് പറയാൻ പാടില്ല എന്നാണ്. ആണുങ്ങളെ വയസ്സ് പെണ്ണുങ്ങളെ വയസ്സും പറയാൻ പാടില്ല. വയസ്സ് അതുപോലെ ആരോഗ്യസ്ഥിതി അതൊന്നും അത്ര അങ്ങനെ എല്ലാവരോടും പറയാൻ പറ്റൂല എന്നാണ്. കാരണം വയസ്സൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തേലുമൊക്കെ ഒരു വിഷയം ഉണ്ടാവും. മൂപ്പർക്ക് വഹിക്കൂല, മൂപ്പര് വയസ്സേക്കാരെന്ന് പറയാം ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് പറയില്ല. എന്തായാലും ഞങ്ങൾ ഒന്നിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സ്നേഹബന്ധങ്ങളെയും സ്വർഗത്തിലേക്ക് ആക്കി തരട്ടെ. നമ്മളെ ഈ പറയലും നമ്മളെ ഈ കൂടലും ഈ സംസാരവും എല്ലാം സ്വർഗത്തിലേക്ക് അള്ളാഹു നമുക്കൊരു സബബാക്കി തരട്ടെ. ആമീൻ എന്ന ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അപ്പൊ സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു പഠന വിഷയമാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളെയും പഠിക്കണം. അപ്പൊ ഞാൻ ഇന്നൊരാൾ പ്രസംഗിക്കാൻ വിളിക്കുകയാണ്. എങ്ങനെ പ്രസംഗിക്കാൻ വിളിക്കേണ്ടത്? ബഹുമാനപ്പെട്ട പണ്ഡിതനും പ്രഭാഷകനും ഉജ്ജ്വലവാഗ്മിയും കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനുമായ ഡോക്ടർ സാലിം ഫൈസി കുളത്തൂരാണ് അടുത്തത് പ്രസംഗിക്കാനുള്ളത് എന്നാണ് പറയേണ്ടത്. പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ അതിന് പകരം തുണിങ്കുപ്പായും അലക്കുന്നവനും കക്കൂസിൽ പോകുന്നവനുമായ എന്ന് പറയാൻ പാടില്ലല്ലോ. എന്തേ എന്നാ കക്കൂസ് പോയാലില്ലേ? ഉണ്ട്. തുണിങ്കുപ്പായും തിരുമ്പലില്ലേ? അതുണ്ട്. പ്രസംഗിക്കാനുള്ള യോഗ്യത അതല്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോ മേറാജിന് നബിതങ്ങളെ കൊണ്ടോയോടുത്ത് അബ്ദ് എന്ന് ഉപയോഗിക്കാൻ എന്തേ കാരണം? അബ്ദിയത്താണ് യോഗ്യത എന്നതാണ് കാരണം. നിങ്ങൾ ഞാനീ പറഞ്ഞത് ആലോചിച്ചാൽ എന്തായാലും ഈമാൻ കൂടി ഉറപ്പാണ്. നല്ലോണം ആലോചിക്കണം കേട്ടോ. യാ മുഹമ്മദ് എന്ന അള്ളാഹു ഒരിക്കലും വിളിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ നബി തങ്ങളെ വിളിച്ചോടത്തൊക്കെ നോക്കിയാൽ യാ അയ്യുഹൽ മുസമ്മിൽ ഓമന പേരാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഓമന പേരാണ്. യാ അയ്യുഹൻ നബിയു സ്ഥാനപ്പേരാണ്. യാ അയ്യുഹർ റസൂലു സ്ഥാനപ്പേരാണ്. തോഹ നബി തങ്ങളുടെ പേരാണ്. യാസീൻ മുത്തുനബിയുടെ പേരാണ്. യാ മുഹമ്മദ് എന്ന് എവിടെയില്ല. മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. എന്നാൽ ശ്രദ്ധിക്കുക, എന്നാൽ ഒരു സമയത്ത് അല്ലാഹു മുഹമ്മദ് എന്ന് വിളിക്കുന്നുണ്ട്. അതെവിടെയെന്നറിയോ? അത് ഷഫാഅത്തിന്റെ സമയത്താണ്. നല്ലോണം ആലോചിക്കണം ഞാനീ പറഞ്ഞ കേട്ടോ. ഷഫാഅത്തിന് വേണ്ടി നാളെ മഹ്ശറിൽ എല്ലാവരും എത്തിച്ചേർന്നാലേ നമ്മൾ എല്ലാവരും അവിടെ അങ്ങനെ ഉണ്ടാവും. അപ്പോ ആദ്യം ആദം വല്ലിപ്പാന്റെ അടുത്ത് പോകും. ഉലുല്ലാസ്മയുടെ അടുത്ത് മാത്രമാണ് പോകാന്ന് അഭിപ്രായമുണ്ട്. ആദം വല്ലിപ്പാന്റെ അടുത്ത്, അതായത് 50,000 വർഷമാണ് മഹ്ശർ ഏറ്റവും ചുരുങ്ങിയത്. 50,000 കൊല്ലം. ചെമ്പിന്റെ തറ, സൂര്യൻ വളരെ അടുത്ത്, മനുഷ്യൻ വെയിലത്ത് നിന്ന് എരിപൊരി കൊള്ളുമ്പോൾ ഞെരിയാണി വരെ വിയർപ്പ്, അരവരെ വിയർപ്പ്, ചെവി വരെ വിയർപ്പ്, വിയർപ്പിൽ മുങ്ങിത്താവുന്നവർ. അങ്ങനെ 50,000 കൊല്ലം നിൽക്കുമ്പോൾ ആൾക്കാർ പരസ്പരം പറയും, ഞമ്മക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കുക, ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കുക, എന്താ ഈ നൃത്തം എന്ന്. അങ്ങനെ ആദ്യമായിട്ട് ആദം വല്ലിപ്പാന്റെ അടുത്ത് പോകും. ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറയും, വല്ലിപ്പ ഞങ്ങൾ ആകെ ഇടങ്ങാറായിട്ടുണ്ട്, ഇവിടുന്ന് ഒന്നാണ്ട് പോയി കിട്ടിയാൽ മതി, സ്വർഗത്തുക്കായാലും വേണ്ടില്ല നരകത്തുക്കായാലും വേണ്ടില്ല എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയില്ല, അത് നമ്മൾ വേറെ എന്തെങ്കിലും ആണോ ശ്രദ്ധിക്കുന്നത് എന്ന് അതും അറിയില്ല. ഇവിടെ നിന്നൊന്നാണ് പോയി കിട്ടിയാൽ മതി, നരകത്തുക്കായാലും വേണ്ടില്ല സ്വർഗത്തുക്കായാലും വേണ്ടില്ല. നരകത്തുക്കായാലും വേണ്ടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറയും? ഞാൻ ഏതായാലും പറയില്ല. എന്നാൽ ഈ പറയണയിൽ അങ്ങനെ ഇല്ലേ? നരകത്തുക്കായാലും വേണ്ടില്ല സ്വർഗത്തുക്കായാലും വേണ്ടില്ല എന്ന് പറയല്ലോ. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നതെന്നറിയോ? നരകത്തുക്കുള്ളവര് പറയാൻ പോണയിലുണ്ട്. അതിൽ അബൂജഹലുണ്ട്, അതില് പിന്നെ ഫിറഔനുണ്ട് പറയാൻ പോണേല്, അതില് നമ്രൂദ് ഉണ്ട്, അതില് ഖാറൂനുണ്ട്. ഓൽക്കറിയാ ഓല് നരകത്തിനാണെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് നരകത്തുക്കായാലും വേണ്ടില്ല സ്വർഗത്തുക്കായാലും വേണ്ടില്ല, ഇവിടുന്ന് ഒന്നാണ്ട് പോയി കിട്ടിയാൽ മതി എന്ന് പറയും. സത്യത്തിലപ്പം എന്തിനാ മഹ്ശറ? ഹിസാബ് നടക്കാൻ 50,000 കൊല്ലം വെയിലത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 50,000 കൊല്ലം കഴിഞ്ഞ് ഷഫാഅത്ത് കഴിഞ്ഞാൽ ഹിസാബ് തുടങ്ങുമല്ലോ. തുടങ്ങിയ എപ്പോഴാ കഴിയുക?
അത് തുടങ്ങിയേക്കിന് തന്നെ കഴിയും. അള്ളാഹുത്തേലാണ് നോക്കുന്നത്. ആൽഫബറ്റിക് ഓർഡറിൽ എന്ന് പേരുള്ളവരൊക്കെ ആദ്യം സൈനുദ്ദീനൊക്കെ പെട്ടു, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എല്ലാവരും ഒപ്പാണ് നോക്കൂ, അള്ളാഹുത്തേലാണ് നോക്കുന്നത്. അത് നിമിഷ നേരങ്ങളെ കൊണ്ട് തുടങ്ങിക്കിട്ടണമെങ്കിൽ ഒരാൾ പറയണം. അതാണ് മുഹമ്മദ് നബി. സത്യത്തിൽ മഹ്ശറ മുഹമ്മദ് നബിയെ സമ്മതിപ്പിക്കാനാണ്. മുഹമ്മദ് നബി വിചാരിച്ചാലല്ലാതെ നടക്കൂല എന്നാണ് പറയാൻ തയ്യാറുണ്ടെങ്കിൽ അപ്പ ഹിസാബാണ് തുടങ്ങും. അതാണ് ചെയ്യുന്നത്. അതിന് ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാലോ, വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല, നബി തങ്ങളുടെ അടുത്ത് തന്നെ പോകണമെന്ന്. പക്ഷെ നമ്മളും ആദ്യം ഇബ്രാഹിം നബിൻ്റെ അടുത്തും മൂസാ നബിൻ്റെ അടുത്തൊക്കെ പോകും. അതെന്തേ? പോകാതെ വന്ന് പറഞ്ഞിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് തോന്നാൻ സാധ്യത ഉണ്ട് വേണ്ടിന്നില്ല. ഇത്ര എളുപ്പമാണെങ്കിൽ അവിടെ അടുത്ത് തന്നെ ഇബ്രാഹിം നബിൻ്റെ അവിടെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നൂലേ? പോയി നോക്കിയിട്ട് നടക്കൂലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് വന്നിട്ട് നിങ്ങൾ വിചാരിച്ചാലല്ലാതെ നടക്കൂല എന്നാണ് പറയാൻ എന്നാ തയ്യാറാകുന്നത്, അന്ന് ഹിസാബാണ് തുടങ്ങും. അതന്നെ സംഗതി. സത്യത്തിൽ ഹിസാബ് മുഹമ്മദ് നബിയെ സമ്മതിപ്പിക്കാനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹിസാബാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീണ്ട സുജൂദിൽ കിടക്കുമ്പോൾ സുജൂദിന്റെ ഒടുവിൽ അള്ളാഹു നബി തങ്ങളെ വിളിക്കും. മുഹമ്മദ് മുഹമ്മദെ തല ഉയർത്തു, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനു മുമ്പ് ഒരിക്കൽ പോലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഷഫാഅത്തിന്റെ യോഗ്യത നുബുവത്തല്ല. നുബുവത്താണെങ്കിൽ എങ്ങനെ വിളിക്കുക? യാ അയ്യുഹൻ നബിയ്യു എന്നാ വിളിക്കുക. ഇർഫഅ റസക യാ അയ്യുഹൻ നബിയ്യു എന്നാ വിളിക്കുക. ഷഫാഅത്തിന്റെ യോഗ്യത റിസാലത്തല്ല. അങ്ങനെയാണെങ്കിൽ ഇർഫഅ റസക യാ അയ്യുഹർ റസൂലു എന്നാ വിളിക്കുക. ഷഫാഅത്തിന്റെ യോഗ്യത മുഹമ്മദിയ്യത്താണ്. റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനമല്ല. റബീഉൽ അവ്വൽ 12 റസൂലിന്റെ ജന്മദിനമല്ല. റബീഉൽ അവ്വൽ 12 മുഹമ്മദിന്റെ ജന്മദിനമാണ്. അത് കഴിഞ്ഞ് 40 വർഷങ്ങൾക്ക് ശേഷമാണ് നബിയും റസൂലുമായിട്ടുള്ളത്. 40 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്നൊരാളാണ് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ ഗേറ്റിന്റെ അപ്പുറത്ത് കണ്ടുപോകേണ്ടി വരും. അതന്നെ നുബുവത്തിനെയും റിസാലത്തിനെയും സമ്മതിച്ചാൽ പോരാ, മുഹമ്മദീയത്തിനെ സമ്മതിക്കണം. അതണ്ട് സമ്മതിച്ചാലേ ഹിസാബൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അവിടെ മാത്രമാണ് മുഹമ്മദ് എന്ന് അള്ളാഹു വിളിക്കുന്നത്. മുഹമ്മദീയത്താണ് യോഗ്യത, നുബുവത്തും റിസാലത്തുമല്ല എന്നതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ലോകത്ത് പഠിച്ചാൽ അവസാനിക്കാത്ത ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ, ഒറ്റ വിഷയം മാത്രം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നല്ല പ്രഭാഷകർ കുറേ സ്റ്റേജും ഉണ്ട്, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവരും അല്പാൽപ്പം സംസാരിക്കും. മിറാജിൻ്റെ ദിവസമാണല്ലോ, അവർക്കും നിങ്ങൾക്കും അതൊരു ബറക്കത്താണ്. അതുകൊണ്ട് ദീർഘിച്ച് സംസാരിക്കാതെ എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക മാത്രം ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടൽ ജന്നാത്തുൽ ഫിർദൗസിൽ കണ്ടുമുട്ടാനുള്ള ഒരു സബബാക്കി തീർക്കട്ടെ. അവിടെ നമുക്ക് ഇതേമാതിരി ഒരു ക്ലാസ് എടുക്കണം. എന്താ? അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.